കേരള രാഷ്ട്രീയം പെൺ വിവാദത്തിലൂടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ആരോപണങ്ങൾ വന്ന ദിവസത്തിനടക്കം ഈ ആരോപണം കടുക്കുന്നതിന് മുമ്പായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഔദ്യോഗിക പദവിയിൽ നിന്നും രാജിവെച്ചു. ഈ ആരോപണങ്ങൾക്ക് മാസങ്ങളോ വർഷങ്ങളോ പിന്നിടാതെ തന്നെ ദിവസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വം എടുത്തു കളഞ്ഞിരിക്കുന്നു, സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിന് ശേഷം ഈ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഇപ്പോഴും MLA തന്നെയാണ്. ഒരിടത്തും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഒരിടത്തും അദ്ദേഹത്തിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്നൊന്ന് പുറത്തുപോയി തിരിച്ചു വരാൻ നേരത്ത് ഒരു പ്രതിഷേധം കണ്ടു. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. കോഴിയും കാട്ടുകോഴിയുമായ MLA പാലക്കാട് നിന്നും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങ് എറണാകുളത്ത് വരെ പ്രതിഷേധം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം പ്രതിഷേധം. പലതരത്തിൽ ക്രിയാത്മകമായി ഉറങ്ങിക്കിടന്നവർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു പാർട്ടിയുടെ സ്ത്രീ സുരക്ഷയുടെ വ്യക്തമായൊരു നിലപാട് അവർ കാണിക്കുകയുണ്ടായി, പൊതുസമൂഹത്തിനോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കുകയുണ്ടായി. ഞങ്ങൾ സ്ത്രീകളെ വേട്ടയാടുന്നവരെ അല്ലെങ്കിൽ ആരോപണം വന്നവരെ പോലും ഞങ്ങൾ പാർട്ടിയിൽ നിലനിർത്തില്ല. ഇനി ആരോപണം തെളിയിക്കപ്പെട്ടാൽ കൂടുതൽ പണിഷ്മെൻറ്റുകളിലേക്ക് പാർട്ടി മുന്നോട്ട് പോകും എന്ന് പറയുകയുണ്ടായി. ഒരു പാർട്ടിയുടെ ഒരു വ്യക്തമായ നിലപാട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാർട്ടിയുടെ ക്രിസ്റ്റൽ ക്ലിയർ നിലപാട് വ്യക്തമാക്കിയതുപോലെ ഇന്ന് ആരോപണമല്ല, നമ്മുടെ നിയമവ്യവസ്ഥ കണ്ടെത്തി കുറ്റം ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ഇദ്ദേഹം കുറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിജീവിത വന്ന് പോലീസിനോട് പരാതിപ്പെട്ട് FIR ഇട്ടൊരു കേസിലെ പ്രതി ഇന്നും നിങ്ങളുടെ പാർട്ടിയിൽ കൊല്ലം ജില്ലയിൽ MLA ആയി തുടരുന്നു. എന്താണ് പറയാനുള്ളത്? ഇവിടെ നിങ്ങൾ ആ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ MLA കുറ്റം ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കുറ്റം ആരോപിക്കുന്നു, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു, ഇദ്ദേഹം അങ്ങനെ ചെയ്തു, ഇതുവരെ പോലീസിലോ മറ്റോ നിയമവ്യവസ്ഥയിലോ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ആ പാർട്ടി ചെയ്തത് പ്രാഥമിക അംഗത്വം എടുത്ത് കളയുകയാണ്. ഇനി കൂടുതൽ അത് തെളിയിക്കപ്പെട്ടാൽ ചിലപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് വരെ നീക്കം ചെയ്യാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കും. മറ്റൊരു വിഷയം, ഇവിടെ ഇന്നും മാസങ്ങളും ഒരു വർഷമൊക്കെ പിന്നിട്ടിട്ട് പോലും പല സ്ത്രീപീഡന കേസുകളിൽ ഇന്നും നിങ്ങൾക്ക് ഉത്തരമില്ല. ആ ഉത്തരമില്ലായ്മയാണ് നിങ്ങളുടെ പ്രതിഷേധം. എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാനുള്ളത്, കൊല്ലം ജില്ലയുടെ MLA മുകേഷ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? അദ്ദേഹത്തെ പറ്റി അന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ഇന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ് അന്നത്തെ ഇൻ്റർവ്യൂ എടുത്തിരുന്നത്. അല്ലെങ്കിൽ അതെല്ലാം പോട്ടെ, ഇനി എന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത കേസ് കൊടുത്ത വിഷയത്തിൽ പുള്ളി ഒളിവിലായിരുന്നു. എന്തേ നിങ്ങൾ പ്രതിഷേധിച്ചില്ല? എവിടെ പോയി നിങ്ങളുടെ സ്ത്രീ സുരക്ഷയും അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാബോധവും? ഒന്നല്ല, രണ്ട്, പൂച്ചക്കുട്ടി വിഷയം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ മന്ത്രിസഭയിലെ മയക്കുവെടി കൊണ്ട വനം വകുപ്പ് മന്ത്രി P. ശശീന്ദ്രൻ്റെ വിഷയം. നിങ്ങളെന്തേ ഇപ്പോഴും സ്ത്രീ സുരക്ഷാ നിലപാട് എവിടെ പോയി? ഇന്നും ഒരു മന്ത്രിയാണ്. പല വിഷയങ്ങളിൽ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ഉറപ്പാക്കപ്പെട്ട പല വിഷയങ്ങളിലും ആ വ്യക്തി കുറ്റാരോപിതനാണ്. ഇനി P. ശശിയുടെ വിഷയം, മന്ത്രിയുടെ ഓഫീസിലെ ഒരു ഒഫീഷ്യൽ സ്റ്റാഫായ സ്വപ്ന സുരക്ഷ വെളിപ്പെടുത്തിയ പല വിഷയങ്ങളിലും നിങ്ങളുടെ സ്ത്രീ സുരക്ഷാ നിലപാട് എവിടെ പോയി? ഞാൻ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള, അദ്ദേഹം ചെയ്ത തെറ്റുകൾ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അല്ല. പ്രതിഷേധം നടത്തുമ്പോൾ ഇവർക്കെതിരെയും നടത്തണം. ഒരു സ്ത്രീയല്ലല്ലോ, അല്ലെങ്കിൽ ഇവരെല്ലാവരും സ്ത്രീകൾ തന്നെയല്ലേ, അല്ലെങ്കിൽ അവർ വേറെ ടൈപ്പ് സ്ത്രീകൾ. ഇതിലെ പല നേതാക്കന്മാരും പറയുന്നത് ആ വിഷയവും ഈ വിഷയവും താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നത്? അവരും സ്ത്രീകളല്ലേ, അല്ലെങ്കിൽ അവരും അതിജീവിതമാരല്ലേ? ഇവിടെ കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ ഈ പാർട്ടി കാണിച്ച ആർജവം എന്തേ നിങ്ങളുടെ പാർട്ടി കാണിക്കുന്നില്ല എന്ന് ചോദിക്കേണ്ടത് പാർട്ടിയിലുള്ളവരാണ്.
ചിലപ്പോൾ ഈ വീഡിയോക്ക് കമൻ്റായി വരുന്നത് ഒരുപാട് ന്യായീകരണ ക്യാപ്സ്യൂളുകളാണ്. ഞാനൊരിക്കലും ന്യായീകരിക്കുന്നില്ല. ഈ പാർട്ടി കാണിച്ച നിലപാട് വളരെ വ്യക്തവും സുശക്തവുമാണ്. ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയും അക്രമത്തിന് ഇരയാവരുത് എന്നുള്ള ന്യായമായ ഒരു കാര്യമാണ്. അപ്പോൾ പ്രതിഷേധിക്കുന്നവർ ഇതിനുകൂടി ഒരു ഉത്തരം നൽകിയാൽ, അല്ലെങ്കിൽ എന്താണ് ഇതും അതുമായുള്ള ഒരു സപ്പറേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് പൊതുസമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിനോടൊപ്പം മുകേഷിൻ്റെ കോലവും ശശീന്ദ്രൻ്റെ കോലവും ശശിയുടെ കോലവും എല്ലാം നിങ്ങൾ പിടിച്ചാൽ വളരെയധികം നന്നായിരിക്കും. അപ്പോൾ സ്ത്രീ സുരക്ഷ കുറച്ചുകൂടി വ്യക്തമാവും. നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് കൂടി ക്രിസ്റ്റൽ ക്ലിയറായി പുറത്തു വരണമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മറുപടി തരേണ്ടത് അല്ല, ഒരു സാധാരണക്കാരൻ്റെ, ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഒരു ഇരയെയോ അല്ലെങ്കിൽ ഈ ഒരു കേസിനെയോ ന്യായീകരിച്ചുകൊണ്ടല്ലേ വീഡിയോ ചെയ്യുന്നത്. ഇത്തരം വിഷയങ്ങൾ, എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങൾ, എല്ലാവർക്കും ഉള്ളൊരു സംശയം സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതികരിക്കണം.